ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മുടെ പാചകവും പിന്നെ നമ്മുടെ പുറകിലോട്ടുള്ള കുറേ ചിന്തകളും ഒക്കെ ആയിട്ട് അങ്ങനെ വാചകമൊക്കെ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കടന്നുപോയി ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ആ വാചകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വീഡിയോയിലൂടെ നിങ്ങൾ കാണും. പിന്നെ നമ്മുടെ പ്ലാവയിലെ ചക്കയൊക്കെ ഒരെണ്ണം എടുത്തു. അപ്പോൾ അതുമെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയ ഒരു വലിയ വിശേഷം തന്നെയാണ് ഇന്ന് ആക്കി വെച്ചേക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയേക്കാം. മോനെ, എല്ലാരും നിന്നെ തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ ടിപ്സ് എല്ലാരും ചെയ്യണം പേരയിലയുടെ കേട്ടോ. സൂപ്പറാണ്. ഞാൻ ഇനി ഈ ആഴ്ച നമ്മൾ ചെയ്തല്ലോ, ഇനി അടുത്ത ആഴ്ച തലേ ദിവസം മുട്ടയുടെയും ചെയ്യും, പിറ്റേ ദിവസം അല്ലെ തലേ ദിവസം പേരയിലയുടെ ചെയ്തിട്ട് പിറ്റേ ദിവസം മുട്ട ടിപ്സ് എന്നും ചെയ്യാവണമെന്ന് ഒത്തിരി പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്. എന്നും ചെയ്യണ്ട കേട്ടോ. കാരണം വേറൊന്നും കണ്ടല്ല, നമ്മൾ എന്നും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വല്ല അസുഖമൊക്കെ പിടിപെടത്തില്ലേ. എപ്പോഴും ഈ തലേ വെള്ളം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളം ഇങ്ങനെ തലയിലോട്ട് എന്താണേലും ഇത് കുറെ നേരം ഇരിക്കണ്ടേ. ഏത് സാധനമാണെങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ആഴ്ചയിൽ ഒന്നും മതി. ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ വളരാവുന്നതേ ഉള്ളൂ നമ്മുടെ മുടിയൊക്കെ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയാട്ടോ. ഗ്രീൻ പീസ് കറിയാണ്. മോൻ ഓഫീസിലോട്ട് പോയി. മോൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പഴയ കാലത്തിലോട്ട് തിരിഞ്ഞു വീണ്ടും പോയി. എൻ്റെ ഓർമ്മകളെല്ലാം പിള്ളേരെ വളർത്തി ഇത്രയാക്കിയതും ഞങ്ങളുടെ കുട്ടിക്കാലം. അയ്യോ, ഞാൻ പേടിച്ചോ. ഇടിയാണ്, എവിടെയോ ഇടികളൊക്കെ വെട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ അമ്മ കഥകിന് ചൂല് കൊണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ച് ഇടി വെട്ടി എല്ലാം പോയെന്ന്. നമ്മളല്ല ഇവിടെ ഉള്ളവരെല്ലാം പോയെന്ന് വിചാരിച്ചു. കുറെ നാളുകൂടെ ഒക്കെ ഇരിക്കട്ടെ എല്ലാവരും അല്ലേ. നമുക്ക് നമ്മുടെ അച്ഛന്മാര് നേരത്തെ പോയി. അച്ഛൻ 68 വയസ്സിൽ പോയി. അമ്മ കുറെ വർഷത്തോടെ ഇരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, നല്ല രീതിയിൽ അല്ലേ. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പം വേണം അവരെ സന്തോഷമായിട്ട് നോക്കാൻ. മരിച്ചു കഴിഞ്ഞിട്ട് കുറെ ബലിയിട്ടിട്ടോ ഓരോന്ന് കാണിച്ചിട്ടോ അവർക്ക് വേണ്ടി ദർപ്പണം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയാട്ടോ. ജീവിച്ചിരിക്കുമ്പം ചെയ്തിട്ട് മരിച്ചു കഴിയുമ്പം ചെയ്യും. ജീവിച്ചിരിക്കുമ്പം നല്ല ആഹാരങ്ങൾ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കുക. എല്ലാവർക്കും എല്ലാം ഒരുപോലെ പറ്റിയില്ലെന്ന് വരും, പക്ഷെ അവരെ ഓടിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കർത്തവ്യം ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലേലും ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയല്ലുള്ള അച്ഛനെ അതുപോലെ ഞാൻ നോക്കി. ഒരു മിനിറ്റ് വെള്ളം എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ശരിയല്ലേ ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോ നോക്കുക. അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കണ്ട. അതാ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇഷ്ടമുള്ള എല്ലാം മേടിച്ചും കൊടുത്ത് നല്ല രീതിയിൽ ഹോസ്പിറ്റലിലും എല്ലാം കൂടി നല്ല ആ ഡോക്ടറാണ് ഇപ്പൊ അമ്മ കാണുന്നത്, കൃഷ്ണമ്മ ഡോക്ടർ. നമ്മൾ 3 മാസം എന്താന്ന് പറഞ്ഞാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം ചെയ്തും മേടിച്ചും കൊടുക്കുക. പിന്നെ ഇന്ന് നമ്മൾ വെക്കുന്ന കറി ഉണക്കച്ചെമ്മീൻ കുറച്ച് അതിലെടുത്തിട്ട് ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉണക്കച്ചെമ്മീൻ കഴുകിയിട്ട് വറുത്ത് പൊടിച്ചു. കണ്ടില്ല, ചക്കക്കുരു ഇട്ടു. ഉണക്കച്ചെമ്മീന്റെ കറിക്കുള്ളത് തേങ്ങ ഇച്ചിരി ഏറെ എടുക്കുക, മഞ്ഞപ്പൊടി, മുളക് പൊടി 4 സ്പൂൺ എടുത്തു, പിരിയമുളകിന്റെ പൊടിയാണ്, ചുമന്നുള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് നല്ല പരുവത്തിൽ അരച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ഇതും കൂടെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കുക. ദൈവമേ, കുറേ ഇടി വെട്ടുന്നുണ്ട്. എവിടാന്ന് അറിയത്തില്ല കേട്ടോ. ഇതുവരെ ഇവിടെ മഴ പെയ്തില്ല. ഇന്നത്തെ ദിവസം മഴ പെയ്തിട്ടില്ല, പക്ഷെ എവിടെയോ ഇടി തകർക്കുന്നുണ്ട്. ദൈവമേ, വൈകിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ആവോ, പേടി വരുന്നു. എനിക്ക് ഇടി മാത്രം പേടിയാ കേട്ടോ. ഉള്ള കാര്യം പറയുവാണ്, ഇടി എനിക്ക് പേടിയാ. ബാക്കി ആരെയും പേടിയില്ല, ഇടിയെ പേടിയാണേ കേട്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലൊക്കെ നിങ്ങളൊക്കെ ചെയ്യുക. എന്ത് രസമായിരുന്നു അല്ലേ. ഞാൻ ഇപ്പോഴും ഇച്ചിരി മുമ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ. പണ്ടുള്ള കലക്കാലങ്ങൾ എത്രയോ ഭംഗി പിടിച്ച കാലമായിരുന്നു അല്ലേ. ഞാനും ചേച്ചിമാരും ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ
സ്കൂളിൽ പോവാണേ. സ്കൂളിൽ പോയപ്പോഴത്തേക്കും എന്തേ നമ്മുടെ അങ്ങോട്ട് പോകുന്നിടത്തെ ഒരു വീട്ടിലെ പക്കന്താൻ എന്ന് പറയുന്ന വീടുണ്ടേ. എന്റെ അടപ്പനെന്താ ഇവിടെ ഉണ്ട് കണ്ട. കഥ പറഞ്ഞിട്ട് നമ്മള് ഇത് വെച്ചില്ല, എന്താ തീ കത്തിച്ചില്ലായിരുന്നു. പക്കന്താൻ എന്ന് പറയുന്ന ഒരു വീടുണ്ടേ. അവിടെ ജാതിക്കയുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ 3ാം ക്ലാസ്സിലെങ്ങാണ്ടായതേ ഉള്ളേ. ജാതിക്കയുണ്ട്. ആ ജാതിക്ക ഞങ്ങൾ കട്ടുപറിക്കും. പോകുന്ന വഴിക്ക് കട്ടുപറിച്ച് അവര് കണ്ടൊന്നുമില്ല. കട്ടുപറിക്കാന്ന് പറയുന്നത് കാണാതെ പറിക്കുന്നതല്ലേ കട്ടുപറിക്കാന്ന് പറയുന്നത്. എന്നാ രസമല്ലേ ആ കട്ടുപറിക്കലൊക്കെ, എന്ത് രസമല്ലേ. ഇന്നിപ്പൊ പിള്ളേർക്ക് കട്ടും പറിക്കണ്ട, മോഷ്ടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. വേറെ മോഷ്ടങ്ങളൊക്കെ മതി പിള്ളേർക്ക്, അല്ലാണ്ട് ജാതിക്ക് അങ്ങനെയുള്ള സാധനമൊന്നും വേണ്ടല്ലേ. പിന്നെ ഇന്നത്തെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലം അല്ലേ. പിന്നെ ഒരു കാര്യം പറയാം, പണ്ടും നമ്മളെല്ലാം വളർന്ന സാഹചര്യത്തിലും എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പണ്ടത്തെ കോലമല്ല ഇപ്പോഴത്തെ കോലെന്നും കൂടെ പറയണം. അതാണ് കൂടുതലും ലോകത്ത് ഓരോന്നും നടന്നു വരുന്നത്. ഞങ്ങളുടെ അച്ഛൻ അന്ന് ഞങ്ങൾക്ക് തയ്പ്പിക്കുന്ന അടിയിലത്തെ പാൻറ്റീസ് ഉണ്ടല്ലോ, അതായത് ഞാൻ നല്ല ഒരു ഇതായിട്ട് പറയാം, നമ്മുടെ പാൻറ്റീസ് അതായത് ഷഡ്ഡി, അത് അന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെൺപിള്ളേരല്ലേ, ഞങ്ങൾക്ക് തയ്പ്പിക്കുന്നത് ഏത് രീതിയിലുള്ളതാ, കാലുള്ള ടൈപ്പിലെ നല്ല കാലായിട്ടുള്ള, അല്ലാണ്ട് അങ്ങനത്തെ ഇട്ടാലേ മൊത്തം മൂടിക്കിടക്കത്തുള്ളൂന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു കൊടുത്ത് അച്ഛൻ തയ്പ്പിക്കുവാണ്. അങ്ങനത്തെ തയ്ക്കാൻ കൊടുക്കുവാണ്. അമ്മ അങ്ങ് ഇറങ്ങത്തില്ല, അച്ഛനാണ് തയ്ക്കാനൊക്കെ കൊടുക്കുന്നത്. പറയാം, കാലം പറയാം. അപ്പൊ പണ്ടും ഇന്നും അതുണ്ട്. പക്ഷേ പണ്ട് നമ്മള് അടിവസ്ത്രമായിട്ട് അത് ധരിക്കുന്നു. ഇന്നിപ്പം പിള്ളേര് മേൽവസ്ത്രമായിട്ട് ധരിച്ച് നടക്കുന്നു. മുട്ടിനു മേളിൽ നിക്കറും ഇട്ട് നടക്കുന്നു. അത് ശരിക്കും ഒരു നല്ല ഇതല്ല. എന്റെ അഭിപ്രായം പറയുകയാണ്. ഇഷ്ടമുള്ളവര് കേൾക്കുക, ഇഷ്ടമില്ലാത്തവര് കേൾക്കണ്ട. അപ്പൊ പിന്നെ ലോകത്ത് അക്രമങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുവോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ വസ്ത്രത്തിൽ പണ്ടും അങ്ങനെ നടന്ന് ശീലമുള്ളവർക്ക് ഇപ്പോഴും, എനിക്കൊരു പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരുടെ അതോ ഗതിയായിരുന്നു. സത്യം ഞാൻ പറയാണ്. നമ്മള് വേഷം കെട്ടിക്കാം കേട്ടോ. ഇപ്പൊ ഓരോ ഫാഷൻ കയറി വരുന്നുണ്ട്. എന്തിനും മുട്ടിന്റെ താഴെ വരെ കിടക്കുന്ന രീതിയിലുള്ള വേഷം ഇട്ടാൽ ഒരു മനുഷ്യനും നോക്കത്തില്ല. ഉള്ള കാര്യം പറയും. അതിന്റെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിത പാരമ്പര്യം. അച്ഛനമ്മമാരെ പറയാം. അച്ഛനെ പറയണ്ട, അമ്മയെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കൊരു ചക്ക അങ്ങ് എടുത്തേക്കാം. അടുത്തന്നെ അതിന്റെ അരക്ക് പോട്ടെ. കണ്ട, അതിനെടുത്ത് നമുക്ക് അത് തന്നെ അങ്ങനെ അതിന്റെ അരക്കൊക്കെ പോട്ടെ. എന്നിട്ട് നമുക്ക് മറ്റേ ഇല്ല അത് അതേന്ന് വീഴുന്ന. ഓ, ഇതെന്താ നീ എന്നാടി പഴുക്കാത്തെ? ഇവൻ ഇതുവരെ പഴുത്തില്ലല്ലോ. പഴുത്തിട്ടെടുക്കാന്നോർത്ത, പഴുത്തിട്ടില്ല. അതിന് ഇതുവരെ പാകത്ത് ഇതേന്ന് പോവാൻ ആഗ്രഹമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞേ. അപ്പൊ ഞാൻ നമ്മുടെ ഉണക്ക ചെമ്മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നേ. അപ്പൊ നമുക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടോ നോക്കാം. എനിക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഞാൻ പറയുന്ന കഥകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എല്ലാം കറക്റ്റ് തന്നെയല്ലേ? നമ്മൾ തന്നെയല്ലേ നമ്മുടെ പിള്ളേരെ ചീത്തയാക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാര് പറയുന്നതും കേട്ട് വളരുന്ന മക്കളായിരുന്നു പണ്ടത്തെ പിള്ളേര്. ഇപ്പെന്ന് പറഞ്ഞാൽ ആർക്കും അവർക്ക് അവരുടെ കാര്യം. ലോകത്ത് മൊബൈൽ എന്ന് കണ്ടുപിടിച്ചോ അന്ന് തൊട്ട് എല്ലാവരും ഉള്ള ബന്ധങ്ങൾ തകർന്നു. കറക്റ്റല്ലേ പറഞ്ഞേ? പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും ഒരു മൊബൈൽ കിട്ടിയോ അതും വിളിച്ചീ കുത്തി രാത്രിയാക്കും. രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴേ കുത്തല് വീണ്ടും തുടങ്ങും. നമ്മള് യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളും അതിലോട്ട് ഇതായി. കാരണം
ഞാനിപ്പോ ശരിക്കും പറഞ്ഞ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇച്ചിരി മാറ്റം വന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ തന്നെ ആലോചിക്കും, യൂട്യൂബ് ഏത് നേരം യൂട്യൂബിന്റെ മൊബൈലും പിടിച്ചത് എടുത്തോണ്ടിരുന്ന സ്വന്തം അമ്മ. നമുക്ക് ആ ചിന്തയുണ്ട്, നമ്മുടെ മക്കൾക്കൊന്നും അത്രയും ചിന്തകൾ വരത്തില്ല. നമ്മുടെ അമ്മയായിട്ട് കുറെ നേരം ഇന്ന് സംസാരിക്കണം. അതിന് ഞാനൊരു ടൈം കണ്ടുവച്ചിട്ടുണ്ട്. 3:30 ആകുമ്പോഴത്തെ വീഡിയോ ഓണായി വരുമല്ലോ. 4 മണി തൊട്ട് ഞാനും അമ്മയും 6:30-7 മണി വരെ കത്തിയ വർത്താനത്തോട് വർത്താനം ഞങ്ങൾ നടയുന്ന. അമ്മ അതിനിടയ്ക്ക് ഒരു 5:30-6 മണിയാകുമ്പോൾ വിളക്കൊക്കെ റെഡിയാക്കി വെക്കാൻ പോകും. അമ്മയല്ല വിളക്കിന്റെ കാര്യം. പിന്നെ വിളക്ക് 6:30 കത്തിക്കുന്നത്. കത്തിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇച്ചിരി നേരം കൂടെ വന്നിരുന്നിട്ട് ഞങ്ങൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കട്ടെ. നാമം ചൊല്ലിക്കഴിഞ്ഞ് കൈ കഴുകാം കേട്ടോ. വീണ്ടും ഞങ്ങൾ ഇരിക്കും. ഞാനും ചേട്ടനും ഉണ്ട്. ചേട്ടനും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ചേട്ടൻ കസേരയിലിരിക്കും മുറ്റത്ത്, ഞങ്ങൾ നടയിൽ ഞാനും അമ്മയും കൂടി ഇരിക്കും. അപ്പോഴും അവനെയും വിളിക്കും, കൊച്ചിനെയും വിളിക്കും. നമ്മൾ കുറച്ചൊക്കെ മാറ്റിയെടുത്തോണ്ട് വരുവാണ്. പിള്ളേരെ ആണെങ്കിലും നമ്മുടെ കാലത്തോട്ട് കൊണ്ടുപോവാണ്. കുറച്ചൊക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇളയ കൊച്ചിനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ വന്നിരിക്കും. ഞാൻ പറയും, എടാ അമ്മയൊക്കെ വളർന്ന കാലത്ത് പണ്ടത്തെ കഥകളൊക്കെ പറയും. ഞങ്ങളൊക്കെ എന്ത് രസമായിരുന്നടാ, ഞങ്ങളൊക്കെ നടന്ന കാലം, ഞങ്ങൾ വളർന്ന കാലം, ഞങ്ങൾ കളിക്കാൻ പോകും, അങ്ങനെ പോകും. എൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു 10ാം ക്ലാസ് വരെ ഇവിടെ ഇഷ്ടംമാതിരി പിള്ളേരുണ്ടായിരുന്നേ. വേറെ എങ്ങോട്ടും വിടത്തില്ല ഞാൻ. നമ്മുടെ പുറത്തെ പറമ്പില്ലേ അവിടെ ആയിരുന്നു ക്രിക്കറ്റ് കളിയായിരുന്നു. അവിടെ അവർ കളിച്ച് വളർന്നത് കേട്ടോ. പിന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ഓരോ വഴിക്ക്, അതായത് പിള്ളേരെല്ലാം പല രീതിയിൽ പല സ്കൂളിലും കോളേജിലും ഒക്കെ അല്ലേ അങ്ങനെ പോയത്. അതുകൊണ്ട് അവരെ എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. പിന്നെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൊബൈലിനകത്ത് ശരണമായിട്ടിരുന്നു. പിന്നെ ഇളയതിന് ഗെയിം കളി ഭയങ്കര ഇതാണ്. അപ്പം കുറച്ചകത്തി എടുത്തുകൊണ്ട് വരികയാണ്. വൈകിട്ട് ഞങ്ങളുടെ കൂടെ നടയിൽ വന്ന് കുറേ നേരം ഇരിക്കും. ഞാനിങ്ങനെ കുറേ കഴിക്കാൻ പോവാ എന്നാ പറഞ്ഞിട്ട് കുളിച്ചേച്ച് വന്നു. എന്നിട്ട് പുട്ട് കഴിക്കാൻ പോവുക. പുട്ട് കഴിക്കാൻ എന്റെ പൊന്നു പോയി കഴിച്ചോ കേട്ടോ. അങ്ങനെ അമ്മ കഴിക്കാൻ പോന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയും. ഞാനപ്പോൾ പണ്ടത്തെ ഇതൊക്കെ കൊച്ചിനൊക്കെ പറയും, ഞങ്ങൾ അങ്ങനായിരുന്നു ഇങ്ങനെ. പിന്നെ നിന്നെയൊക്കെ വളർത്തിയത് അങ്ങനെ ആയിരുന്നടാ, ബാക്കിയുള്ളവന് എന്ത് ഓട്ടം ഓടിയിട്ടുണ്ടടാ, അച്ഛൻ അവിടെ ആയിരുന്നു, അമ്മ അതിന് ഇതിന് ആ കാലമായിരുന്നു നല്ലത്, നിങ്ങളിപ്പോൾ ഇതും വെച്ചോണ്ട് ഇരിപ്പല്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ചായി അവർക്കൊരു ബോധമൊക്കെ ഇച്ചിരിയൊക്കെ വരുന്നതുകൊണ്ട് മൂത്തവനായാലും ഓഫീസിൽ നിന്ന് വന്ന് കുറേ മണിക്കൂർ നമ്മുടെ ഒപ്പമൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയും. പാവ സത്യം പറഞ്ഞ വേറെ ഓപ്പോസിറ്റ് ഒന്നും പറയത്തില്ല കേട്ടോ. അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളർത്തിയെടുത്തോണ്ട് വന്നിട്ട് ഇച്ചിപ്പോന്നൊരക്ഷരം ചേട്ടൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും പറയത്തില്ല. ഇനി മുമ്പോട്ട് പറയുമല്ലോ നമുക്കറിയത്തില്ല കേട്ടോ. ഇതുവരെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി എല്ലാം എടുത്ത് എല്ലാ മക്കളും നല്ലതാന്നല്ല, എൻ്റെ മക്കൾ നല്ലതാന്നല്ല ഞാൻ പറയുന്നത്, മാറ്റിയെടുത്ത് വന്ന് ഇപ്പൊ ഇളയാളും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് വർത്താനൊക്കെ പറയും. നമുക്ക് എന്ത് സന്തോഷമാണ് അങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോ അല്ലേ. അപ്പം ആരോ ഞങ്ങളെല്ലാവരുടെ ഹോട്ടലിൽ പോകുന്ന വീഡിയോ ഷോർട്ടാ ഞാൻ ഇട്ടപ്പോ ആരോ കമന്റ് ഇട്ടു, ഇത്രയും വലിയ പിള്ളേരൊക്കെ വിളിക്കുമ്പം വരുന്നുണ്ടല്ലോ ഹോട്ടലിലൊക്കെ പോവാൻ, ഇവിടെ ഒന്നും അങ്ങനെ വരത്തില്ല എന്ന്. അയ്യോ അത് വിഷമിക്കണ്ട, നമ്മൾ കുറച്ചൊക്കെ നോക്കി വിളിച്ചോണ്ട് പോവാൻ ശ്രമിക്കണം കേട്ടോ. അതെനിക്ക് സങ്കടം വന്ന് കേട്ടപ്പോ കേട്ടോ. പക്ഷെ ഇവരങ്ങനല്ല, ഇവര് വരും കേട്ടോ. എവിടെ വിളിച്ചാലും വരും. ഞങ്ങൾ ടൂറിന് പോയാലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച വന്ന് ആ ഒരു സിസ്റ്റം മാറ്റരുത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും വലിച്ചോണ്ട് പോകണം നമ്മൾ. കാരണം അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങ് ഇരുന്ന് പോകും. പിന്നത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും അച്ഛനും അമ്മയ്ക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്തവണ വരില്ല. ഞാനാണെങ്കിൽ ഇത് വാളും പരിചയമൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക്. പണ്ടേ ഞാൻ അങ്ങനെ ആയിരുന്നു. നല്ല അടി പൊട്ടാന്ന് കൊടുക്കും, പെട്ടാന്ന് കൊണ്ടോണ്ട് അവിടെ ഇരിക്കും, അല്ലാണ്ട് ഒന്നും പറയില്ല. ഇളയ ആൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ ഇങ്ങനെ പൂക്കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അത് ഇപ്പോഴാണെങ്കിൽ അത് അല്ല, ഞാൻ പിള്ളേരുടെയൊക്കെ കാര്യം പറയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്റെ മക്കൾക്ക് യാതൊന്നുമില്ല. മൂത്താൾക്ക് 25 വയസ്സായി. ഇന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമ, കണ്ണീന് വെള്ളം വന്നോണ്ടേ. ഇളയാൾക്ക് മൂത്തതിനേക്കാൾ ഇച്ചിരി ധൈര്യമുണ്ട്, പക്ഷെ ഭയങ്കര വിഷമാശാന്. അതാ
അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുടുംബം. ആ അത് തന്നെ. അപ്പം എന്താ പറയാ, ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും ഷോർട്ട് ഇട്ടപ്പോ ചേട്ടനെ കാണിച്ചില്ലേ, മക്കൾ ഇത്രയും വലിയ മക്കൾ കൂട്ടത്തിൽ വരുന്നുണ്ടല്ലോ, അവരുടെ അപ്പൊ ഞാൻ അതിന്റെ കഥകളൊക്കെ നമ്മളങ്ങനെയാണ് വളർത്തിയെടുത്തത് അല്ലേ. സോഷ്യൽ മെന്റാലിറ്റിയാണ് നമുക്ക്, അല്ലാതെ ദേഷ്യപ്പെടുവോ, ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടും. ഞാൻ അങ്ങനെയല്ല, ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, നല്ല പൊട്ടിയിലും കൊടുത്ത്. അതുകൊണ്ടുണ്ടല്ലോ എത്ര ഇപ്പോഴും വഴക്ക് വന്നാലും അടിച്ചാലൊന്നും അവർക്ക് പ്രശ്നമില്ല. കാരണം നേരത്തെ തൊട്ട് നാണം കെട്ടടി ഇഷ്ടംമാരി കൊണ്ടിട്ടുണ്ട് കൊച്ചുനാളിലെ. പെട്ടെന്ന് നമ്മൾ അടിക്കാതെ, ഇന്നുള്ളവരൊന്നും ആരും മക്കളെ തൊടത്തില്ല. അടിക്കാതെ മൃക്കാതെ ഇരിക്കുമ്പോഴാണ് ഒരടി കൊള്ളുന്ന ഉടനെ ഒറ്റ ഓട്ടം ഓടുന്ന പിള്ളേര്. അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അങ്ങനൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡിയാകുന്നു. ഇനി നമ്മുടെ കോവയ്ക്ക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ കുളിപ്പിച്ചിട്ട് വലിയ ആളുകൾ അമ്മ പറയാ കേട്ടോ, അമ്മയോട് വഴക്കിടാന്നൊക്കെ, പക്ഷെ വഴക്കിടുന്നില്ല. അപ്പൊ നമ്മുടെ ചക്കച്ചോള എല്ലാം നമ്മൾ ദാ ഇത്രയാക്കി എടുത്തു കേട്ടോ. ഇന്നൊരു പിടുത്തം അങ്ങോട്ട് പിടിക്കാൻ പോവാ. അടിപൊളിയായിട്ട് അങ്ങോട്ടോ കുഴച്ച് മറിച്ചങ്ങോട്ട് എടുത്തിട്ട് ശരിക്കും പറഞ്ഞ നല്ല വേഷിനങ്ങ് തട്ടാൻ പോവും. എന്തൊക്കെ വന്നാലും ശരി, കുറെ ചക്കപ്പുഴുക്ക് അങ്ങ് തിന്നാൻ പോവാ കേട്ടോ. പ്രാവശ്യം ചക്കപ്പുഴുക്ക് വെച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ചക്കപ്പുഴുക്ക് ഇന്ന് വെക്കാൻ പോവാ. ആർക്കെങ്കിലും ചക്കപ്പുഴുക്ക് വേണമെങ്കിൽ ഇന്ന് വന്നാൽ തരാം. ഞാൻ എങ്ങനെയാണോ അത് ഇങ്ങനെ ഒരു ചുളയെടുക്കും, ഇങ്ങനെ ഒരെണ്ണം അടുത്തെടുക്കും, നകത്തോത്തോട്ട് വെച്ച് കൊടുക്കണേ. അപ്പൊ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് ചക്ക എങ്ങനെ പെട്ടെന്ന് അരിയാം, ഒന്നിച്ചിങ്ങനെ കുറച്ചേറെ വെക്കണേ. എന്നിട്ട് തടുപിടിപിടിപിടാന്ന് അങ്ങോട്ട് അരിയുക. എല്ലാം സ്പീഡപ്പാ. നമ്മുടെ ജീവിതമേ സ്പീഡാണ് അല്ലേ, ശരിയല്ലേ? ഭയങ്കര സ്പീഡിൽ ജോലി എടുത്ത് പഠിക്കണം പെണ്ണുങ്ങളെല്ലാം, ശരിയല്ലേ? ശരിയാണോ അല്ലയോ? എന്നെ എല്ലാവരും കൂടെ തല്ലി കൊല്ലുമായിരിക്കും അല്ലെ, യൂട്യൂബിൽ നിന്ന് എല്ലാവരും എന്നെ തല്ലി ഇറക്കി വിടുമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ പറയും അവിടെ ഒരു വർത്താനം. ഞാൻ ഞങ്ങളുടെ സാഹചര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു രീതി വളർന്നുകൊണ്ട് നമുക്കിന്നും നല്ല ഒരു ഇത് തന്നെ കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അങ്ങനെ വളർത്തുന്നു. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളെ നമ്മളും അതുപോലെ നോക്കണം, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വലിയ പിള്ളേര് ഇപ്പം നമുക്കിപ്പം ഞങ്ങൾ വളർന്ന പോലത്തെ ഇതിൽ നമുക്ക് പിള്ളേരെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള പിള്ളേരെ നമുക്ക് കിട്ടുമോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു വിധം ഒക്കെ നല്ല ഒരു ഇതിനെ കിട്ടാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എത്രയാന്ന് പറഞ്ഞാലും അവര് നമ്മുടെ മക്കളല്ലേ. നമ്മുടെ മക്കൾക്ക് വരുന്ന പെൺപിള്ളേര് നമ്മുടെ മക്കൾ തന്നെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പം ഞാൻ ഈ ചക്കയൊക്കെ അരിയുമ്പോഴത്തേക്ക് ഞാൻ പണ്ടത്തെ കാര്യം വീണ്ടും പോവുക പുറോട്ടെ. എന്നാന്നറിയാവോ, ഞങ്ങൾക്ക് വലിയൊരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുൻവശത്ത്. അന്നേരം ഉണ്ടല്ലോ, ആ വരിക്കപ്ലാവേന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനൊരു മുട്ടൻ, എൻ്റെ അത്രയുണ്ട് പ്ലാവ് ചക്ക, അത്രയേ ഉള്ളൊരു പ്ലാവേലെ ചക്ക ഞാൻ തന്നെ ഇടും. ഈ ഇവളുമാരെ രണ്ടിനും മടിച്ചുകളാ. ഞാൻ കൂട്ടത്തുമില്ല. വന്നിരുന്നിട്ടെ വേണോ വേണ്ടയോ എന്നും പറഞ്ഞായിരുന്നു ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പണികളൊക്കെ. അതുകൊണ്ട് ഇന്നും എനിക്ക് മടിയില്ല. അവളുമാരും പഠിച്ചുകളാട്ടോ, കേട്ടാലും ശരി. ചക്കയൊക്കെ ഒരിക്കലൊക്കെ എടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല പാർട്ടികൾ. അതുകൊണ്ട് ഞാനിപ്പോഴും മടിയില്ല. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പണിയാണ്. എന്നിട്ട് മുട്ടാൻ ചക്ക എടുത്ത് വെട്ടിയെടുത്ത് എന്നായി ഒറ്റയ്ക്കിരുന്ന് മൊത്തം അരിഞ്ഞ് വൈകിട്ട് ഒരു 4-5 മണി ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് കുഴച്ചിട്ട്, അപ്പോഴൊക്കെ എനിക്ക് എന്നാ വലിയ പ്രായമൊന്നും ഇല്ല ആ സമയത്തെ കാര്യം. അവളുമാര് ആരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവന്മാരൊന്നും. ഇന്നത്തെ പിള്ളേർ വല്ലതും ചെയ്യുവോ? ചെയ്യത്തില്ല. ഉറപ്പുള്ള കാര്യമാണ്, ചെയ്യത്തില്ല. ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ആൾക്കാർ ജോലി എടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ കാണും കേട്ടോ ജോലി എടുക്കുന്ന. അവരൊക്കെ എന്നെ ഒന്നും അടിച്ചേക്കല്ലേ. പിന്നെ ഞങ്ങളുടെ സാഹചര്യത്തിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് കുഴച്ച് മറിച്ച് ഞങ്ങളൊരു 4-4:30 ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഫുള്ള് അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ 5 പേരും കൂടെ, ഞങ്ങൾ 3, അമ്മ, അച്ഛൻ, അത്രയും പേരും കൂടി ഇരുന്ന് തിന്നും. അതുപോലെ ചക്ക പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനാണ് മുറിച്ചൊക്കെ തന്നെ. അമ്മയ്ക്ക് മുറിക്കാനൊന്നും അറിയത്തില്ല. മുറിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മ മെനക്കെട്ടിട്ടില്ല. അമ്മ വേറൊരു മടിച്ചായിരുന്നു ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കേട്ടോ. അല്ലാതെ പണി ഇഷ്ടംമാരെ എടുക്കും ഇങ്ങനെയുള്ള കാര്യത്തിന്.
എന്നിട്ട് അച്ഛൻ പറയും, അച്ഛൻ മുറിച്ച് എന്നിട്ട് ഞങ്ങളെല്ലാം കൂടി ഈ അടുക്കളയിൽ ഇങ്ങനെ വട്ടത്തിരിക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ച് ഓരോ ഇങ്ങനെ ചെത്തിത്തരും. പടലോ വെടലോ എന്തോ ഇങ്ങനെ പറയത്തില്ലേ, ഓരോ പടലും ഇങ്ങനെ ചെത്തിത്തരും. ഇന്നാടി ഇത് നിനക്കുള്ള, ഇന്നാടി ഇത് എനിക്കൊട്ടും പറ്റില്ലായിരുന്നു തന്നെ. സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ തിന്നത്തില്ല ഒത്തിരി ഒന്നും. അപ്പൊ ഞാനിങ്ങനെ ഒച്ചിനെ പോലെ ഇരുന്നത്, വലിയ തീറ്റയൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്. അതിന് ഇടയ്ക്കൊന്നും കഴിക്കത്തില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ചേച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ലേ ഞാൻ കഴിക്കുന്നത്, പണ്ടും കണക്കാ ഇപ്പോഴും കണക്ക്, ഇപ്പോഴും ഞങ്ങളുടെ അത്രയൊന്നും നീ കഴിക്കുന്നില്ലെന്ന് പറയാ. ഞാൻ കഴിക്കും കേട്ടോ. എന്നിട്ട് പഴുത്തേക്ക എല്ലാവർക്കും കൂടെ അമ്മയ്ക്കൊരു വലിയ തുണ്ടം തുണ്ടെന്നാ പറയും. തുണ്ടെടുത്ത് കൊടുത്തിട്ട് പറയും, ഇന്നാടി മുഴുവൻ തിന്ന് തീർക്കടിന്ന് പറയും. അങ്ങനൊക്കെയായിരുന്നു കഥകൾ. ആ കാലമൊക്കെ എന്ത് രസമായിരുന്നു അല്ലെ. ചുമ്മാ ഇപ്പൊ ഒരു രസവും ഇല്ല. എല്ലാവരും കുറെ മൊബൈലും പിടിച്ചോണ്ട് പോവാ, അവിടെ ഓരോ മൂലയിൽ ഇരിപ്പ. ഞാൻ അതെല്ലാം മാറ്റിയെടുക്കുക, കൊള്ളത്തില്ലല്ലോ അങ്ങനെ. അങ്ങനെ മൂലയിലോട്ട് വരുന്നത്. പണ്ട് നമ്മളിങ്ങനെ കളിക്കാൻ പോകുന്നതും എന്ത് രസമായിട്ട് ദൈവമേ, എനിക്ക് ചിന്ത വരിക. വീണ്ടും പുറകോട്ട് ചിന്തിക്കുക. ചിലപ്പോൾ നമുക്ക് സങ്കടം വന്ന് നമ്മളിന്ന് കരയത്തില്ലേ, നമുക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നത്തില്ലേ. എന്നാണേലും ഇനി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. ഇനി ഉള്ളവരെയൊക്കെ നന്നാക്കി എടുക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. മൊബൈലൊക്കെ കണ്ടുപിടിച്ച് എന്നത്തിനല്ലേ, വേണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവർക്ക് യൂട്യൂബൊക്കെ തുടങ്ങാൻ പറ്റും മൊബൈൽ ഇല്ലെങ്കിൽ അല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മൂത്തവനുണ്ടായി കഴിഞ്ഞിട്ടാണ് മൊബൈലിൻ്റെ ഇത് കൂടുതൽ വന്നത്. അപ്പം ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, എടി ഒരു മൊബൈൽ നമുക്ക് മേടിക്കാം എന്ന് പറയും. അപ്പോൾ ഈ മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ആക്ഷേപമായിരുന്നു. ഞാൻ പറയും, വേണ്ട മൊബൈലും വേണ്ട, ഒരു കുന്തവും വേണ്ട, ഇങ്ങനെ പറയുന്നത്. ഒന്നും വേണ്ട, എനിക്ക് പറ്റത്തില്ല അതും കൊണ്ടൊന്നും നടക്കാൻ. ഞാൻ പറയുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ അതും കൊണ്ട് നടക്കണം. കുറേ വഴക്കിട്ട് മേടിപ്പിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരെണ്ണം മേടിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഇടയ്ക്കെല്ലാം വിളിക്കുവേ. ഞാൻ വഴിയിടത്തും പോവാണെങ്കിൽ വിളിക്കും, ഞാൻ എടുക്കത്തില്ല. എനിക്ക് നമുക്ക് നാണല്ലേ ആദ്യമൊക്കെ ബാഗിൽ നിന്നൊക്കെ മൊബൈലൊക്കെ എടുക്കാൻ. എന്തോരം നാണായിരുന്നു. ആരെങ്കിലും കാണുമോ എടുക്കുവോ. ഇപ്പൊ 10 പേര് കാങ്ക എല്ലാവരും എടുത്തോണ്ട് നടക്കുന്നത് മൊബൈൽ അല്ലേ. ഇപ്പോഴും എനിക്ക് വഴി വെച്ചൊന്നും എടുക്കുന്ന ഒരു താല്പര്യമൊന്നും. പിന്നെ നമ്മള് ബാഗിനകത്ത് വെച്ചോണ്ട് പോകും. അതില്ലാതെ ഇപ്പൊ പറ്റത്തില്ലല്ലോ ആൾക്കാർക്ക്. ഓരോ ശീലങ്ങൾ ചോദിച്ചു കൊടുക്കാവേ. കടുകൊന്നും വറക്കത്തില്ല കേട്ടോ, കടുകൊന്നും വറക്കത്തില്ല. ചക്ക പുഴുക്കിന് നമുക്കിതിനെ ഇട്ടിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് തികയോന്ന് എൻ്റെ ഇപ്പോഴത്തെ സംശയം. ഈ ചട്ടിക്കകത്ത് ഞാൻ വരഞ്ഞോണ്ടിരുന്നപ്പോട്ടെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, 2 പിള്ളേര്. എവിടുത്തെയാ, ബേക്കർ സ്കൂളിൽ. അപ്പൊ ഞാൻ അന്ന് 7ൽ പഠിക്കുവാണേ. അപ്പം അമ്മ അവിടെ കഥ പറയാം. എൻ്റെ കൂട്ടുകാരോട് പറയാ, കൊച്ചു വയ്ക്കാൻ എന്നാ പറഞ്ഞു. അപ്പം 7ൽ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ല. നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ച 8ാം ക്ലാസ് വെച്ചാണ്. 7ലാണോ 6ലാണോ ഞാൻ നോക്കുന്നില്ല, 8ലാണ് ഫ്രിഡ്ജ് വാങ്ങിച്ചത്. അന്നേരം എൻ്റെ ഫ്രണ്ട്സെ, അവള് ഭയങ്കര കാശുകാരിയാണേ. അവളുടെ വീട്ടിൽ എല്ലാ സംഭവം ഉണ്ട്. അന്ന് ഞാൻ 7ൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്കെല്ലാം വീട്ടിലുണ്ട്. അപ്പം എനിക്ക് ഫ്രിഡ്ജൊന്നുമില്ല. അപ്പം അവൾ എന്നോട് വന്ന്, എടി നിന്റെ വീട്, അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമല്ലോ, നിന്റെ വീട്ടിൽ അതുണ്ടോ, നിന്റെ വീട്ടിൽ ഇതുണ്ടോ. ഇപ്പോഴല്ലേ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ടൊന്നും ആരും ചോദിക്കാത്ത. അപ്പം ഞാൻ ഒരു നുണയടിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലും ഉണ്ട് ഫ്രിഡ്ജൊക്കെ. അതേപോലെ ചുമ്മാ അടിച്ചു കേട്ടതാണ്. അപ്പൊ ഇവളൊരു ദിവസം എന്നോട് പറഞ്ഞു, അത് നോക്കാൻ വരുമൊന്നുമില്ല, അവർക്ക് നല്ല പൈസ ഉള്ള, അവർക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അവർക്ക് സംശയം ഞാൻ കള്ളത്തിലാണോ പറഞ്ഞത്, അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പം പരസ്പരം ഓരോ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ചില കൂട്ടുകാരൊക്കെ. എന്നെ നമ്മളെ എങ്ങോട്ടും വിടത്തില്ല. അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം. ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പ്രശ്നമില്ല. അപ്പം അവര് ഇങ്ങോട്ട് വരുന്ന വെച്ച്, അപ്പൊ അവള് ഇതിനകത്ത് വെള്ളം ഒഴിക്കട്ടെ, അല്ലെങ്കിൽ കുഴയത്തില്ല. നന്നായിട്ടിച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടച്ചു വെക്കാം. തേങ്ങ ഇച്ചിരും കൂടെ വേണം. നമ്മുടെ വാണാവള്ളി നല്ല ഇഷ്ടംമാതിരി തേങ്ങ കൊണ്ടിട്ടേക്കുന്നു. പിന്നെ പൊടിച്ചെടുത്ത് ഉടച്ച് തിരുമുന്നതിന് നമുക്കെന്നെ അല്ലേ. അന്നേരം ഇവള് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പുറമാളായ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, തണുത്ത വെള്ളമൊക്കെ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അപ്പൊ ഞാനോർത്തെ ഇവള് വരുവാണെങ്കിൽ എവിടുന്നെങ്കിലും ഒപ്പിച്ച് വെക്കാം ഐസ്. അവിടെ രസൈ സാറെന്ന് പറഞ്ഞ സാറുണ്ട്, അവരുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. അവിടെ നിന്ന് വെച്ചിട്ടാണ് ഐസ് കട്ടെടുത്തു. അച്ഛൻ സമ്മതിക്കത്തുമില്ല അങ്ങനൊന്നും. ദൈവമേ, ഞാൻ എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞ് മാറ്റിച്ചു. വരവ് നിർത്തി. വരണ്ട ഞാൻ പറഞ്ഞു, ശരിയടി, ഞാൻ വലിയ ഇൻട്രസ്റ്റ് കൊടുത്തില്ല വരുന്നെന്ന് പറഞ്ഞിട്ട്. അവക്കും എന്തോ കാരണമൊക്കെ വന്നപ്പോഴത്തേക്കും അവള് പിന്നെ വന്നില്ല. അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 3 എണ്ണം എൻ്റെ അമ്മ പുട്ടുവച്ചിക്ക് മാവിടുന്നതല്ലേ, 3 പെമ്പിള്ളേര് തുരുതുരാന്ന് ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരിയല്ലേ. ഞാൻ ആ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടേ അടുക്കള വശത്തുനിന്ന് ഇങ്ങനെ അറിയാൻ പറ്റില്ലേ, ചേട്ടൻ വരുന്നു. ഞാൻ പതുക്കെ അതുകൊണ്ട് ഇങ്ങനെ സോമോഷണി ഇങ്ങനെ വന്നു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മാറിയിട്ട് കളയാൻ.
ദേഷ്യം വരും. കളഞ്ഞ വേസ്റ്റാ, വേറൊന്നുമല്ല. അതാണെങ്കിലും നോക്കും. അപ്പം നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ. ഇനിയിപ്പം ഇച്ചിരി തേങ്ങയും കൂടെ നമുക്ക് ചടുകൂടാന്ന് നമ്മൾ കുഴയ്ക്കണം. എങ്കിലേ കുഴയത്തുള്ളൂ. വരട്ടെ. നല്ലായിട്ട് വെന്ത് കേട്ടോ. അതിനാ അവനെ ഒച്ച കേട്ടോ. അവൻ പഠിക്കുന്നിടത്തെ കളിയാ. നല്ലായിട്ട് കുഴയുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഒരു മഴ പെയ്താൽ മതിയായിരുന്നു കഴിക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. നല്ല സമയം അങ്ങനെ കുഴച്ച് വെച്ച് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കാം. എനിക്ക് വയ്യന്റെ സാറേ. ചേട്ടനോട് പറഞ്ഞു ഇത്രയും പോരെന്ന്. ഇപ്പം ദേ ചട്ടി നിറച്ചും ചക്ക കുഴച്ചതായി. ഇപ്പൊ എനിക്ക് ചീത്ത കിട്ടിയാന്. ഇനി കൂടുതൽ എടുത്തിരുന്ന് ഇത് തന്നെ മിച്ചം വരും ഉറപ്പാ. വയസ്സായില്ലേ, പണ്ടത്തെപ്പോഴൊന്നും തിന്നാൻ പറ്റത്തില്ല. ഓരോരോ പ്രായം പോലെ. എന്തായാലും നിങ്ങളെ മുമ്പിൽ വെച്ചാൽ നിങ്ങളെ കൊതിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇപ്പൊ ഇച്ചിരി തിന്നുന്നു. ഇത് ഇച്ചിരി അല്ല, മതി, നിർത്തിയേക്കാം. അടച്ചും വെച്ചേക്കാം. എനിക്ക് സ്വസ്ഥായിട്ട് ജോലിയെല്ലാം തീർന്ന് സ്വസ്ഥായിട്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആയൂർ പ്ലാവായത്. ഉപ്പും എല്ലാം ഉണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. മുമ്പോട്ട് വെക്കുന്നു. എരിവ് പാകത്തിന്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ്, അല്ല പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നു. കോമ്പിനേഷൻ എന്നാന്നറിയാം. ഒരു മിനിറ്റ്. ഉണക്കച്ചെമ്മീൻ കറി എടുക്കാം. പച്ചയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മത്തിക്കറിയാണ് ഏറ്റവും നല്ലത്. ഇന്നലെ മത്തി മീൻ നോക്കാൻ പോയാ. മത്തിയുടെ ഒരു ഗമ, എന്തോ ഒരു ഗമയും. മത്തി ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ കിടക്കുന്നു. എന്നാന്നറിയാം ഇപ്പം വലിയ ഭാവം. നല്ല വിലയായില്ലേ. കുറെ നാൾ നമ്മൾ പുച്ഛിച്ചല്ലേ. നമ്മൾ ചെന്ന് മീൻ നോക്കുമ്പോ മത്തി മത്തി. പക്ഷെ നമ്മൾ പുച്ഛിച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം മത്തിയല്ലായിരുന്നു. അന്നും ഇന്നും മത്തിയാണ്. പക്ഷെ വാങ്ങിച്ചില്ല. അത്ര വലിയ ആവശ്യമൊന്നുമില്ല അല്ലേ. അങ്ങനെയാണ്. ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതെടുക്കാം വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പം കോവയ്ക്കാൻ മെഴുക്കോട്ടി, ഇന്നത്തെ പിന്നെ കടച്ചക്ക തീയലിരിപ്പുണ്ട്, ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ മാങ്ങയും ചക്കക്കുരുണ്ട്, ചക്ക കുഴച്ചത്. ചക്ക കുഴച്ച് ഞാനിപ്പോൾ ഉച്ചക്കിന് എടുക്കത്തില്ല കേട്ടോ. എല്ലാം എപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വൈകിട്ട് തിന്നിരുന്ന് ഞാൻ പറഞ്ഞ പോലെ മുറ്റത്ത് പോയിരുന്ന് കേട്ടോ, നടയിൽ പോയിരുന്ന് തിന്നും. അപ്പം ഇന്ന് ഇത്രയൊക്കെ വെക്കുന്നുള്ളൂ. അപ്പം ഹായ് പറയാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. അപ്പം നമ്മുടെ വീഡിയോയിൽ കുറച്ച് 2 പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കണ്ട 2 പേരുടെ ഉള്ളു എന്നെ തല്ലിക്കൊല്ലല്ലേ. ഒന്ന് ജയശ്രീ മോഹൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പാവം ജയശ്രീ മോഹൻ. ഹായ് ജയശ്രീ കുട്ടി, കിട്ടിയോ? പിന്നെ അടുത്ത് ജെസ്സി പഞ്ചാബിലാണേ. ജെസ്സിയോട് ഞാൻ പറഞ്ഞു എന്നെയും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം ജെസ്സി പറഞ്ഞു ഇത് ഇന്നത്തെ കമന്റ് ഇത് വായിച്ചില്ലെങ്കിൽ ജെസ്സി എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പാവം, അടി കിട്ടിയാൽ എനിക്ക് പേടിയൊന്നുമില്ല ജെസ്സിക്കുട്ടി. എന്നാലും ഞാൻ ജെസ്സി പാവം എന്നെ വിളിച്ചിട്ടുണ്ട് പഞ്ചാബിലോട്ട്. പിന്നെ ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാവരും കേട്ടോണം കേട്ടോ. ജെസ്സിയുടെ അടുത്ത് ഞാൻ പോയാൽ ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ജെസ്സിക്ക് 2 പെൺമക്കളാണ്. പിന്നെ എൻ്റെ പാവം ഹസ്ബൻഡും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണം. ഞങ്ങൾ പഞ്ചാബിൽ എന്നോ വന്നാലും ഞാൻ ജെസ്സിയെ അവിടെ കൂടി ഇങ്ങനെ പരതി നടക്കും കേട്ടോ, പഞ്ചാബി വരുവാണെങ്കിൽ. അപ്പം
ശരിക്കും പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ പറഞ്ഞു. ഇനിയും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലതൊന്നും കാണുന്നില്ല കേട്ടോ. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഇടണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നിർത്തിയേക്കാം. ഒത്തിരി നീണ്ടുപോയാൽ പിന്നെ ഭയങ്കര ദേഷ്യം വരും നിങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എല്ലാവരും പറഞ്ഞ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇപ്പുറത്തോട്ട് എല്ലാവരും ആ ബെല്ലിൻ്റെ ഒരു സിമ്പൽ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത്, ആ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ ഓളെന്ന ഓപ്ഷൻ വരത്തുള്ളൂ. എന്നാലല്ലേ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കിട്ടത്തുള്ളൂ. കാണണമെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ചിലവരുടെ വീഡിയോ ഇങ്ങോട്ട് ഇപ്പം വരുന്നുമില്ല. അപ്പോൾ ഞാൻ കമൻറ്റിലൂടെ പറയാറുണ്ട് എനിക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. ആരുടെ ആയിരുന്നു, കുറേ ആൾക്കാരുടെ വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ തപ്പി നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവരെ പോയി തപ്പി എടുത്ത് പോയി കാണുന്നുണ്ട്. എനിക്കിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അവരുടെ എല്ലാം വീഡിയോ ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബ്രോയെ എനിക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട്, ആ ബ്രോയുടെ ഞാൻ കാണുന്നുണ്ട്. അയ്യോ, ബ്രോയുടെ ചാനലിൻ്റെ പേര് മറന്നുപോയല്ലോ, വയനാടൻ അങ്ങനെയാണ് ഒരു കേട്ടോ. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ട് പോയി കണ്ടു. നല്ല രസം, കൃഷിയുടെയും അങ്ങനെ ഓരോരോ ടിപ്സുകളൊക്കെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.